പാലക്കാട് ഒറ്റപ്പാലത്ത് വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂര മർദ്ദനമെന്ന് രക്ഷിതാക്കൾ. കണ്ണിനും മൂക്കിനോടും ചേർന്ന ഭാഗം പൂർണ്ണമായും തകർന്നു. കുട്ടിയുടെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകളെ അടക്കം ബാധിച്ചുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. തമ്പോല ടീം എന്ന ഗ്യാങ്ങിനൊപ്പം നിന്നായിരുന്നു പ്രതിയുടെ പ്രവർത്തനമെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. സീരിയസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇടി കിട്ടിയതിൽ 2.5 സെൻറ്റിമീറ്ററോളം ഇവിടെ വൂണ്ടുണ്ട്, കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഈ ഭാഗത്തായിട്ട്. ഇങ്ങനെ നമ്മൾ ഇടിക്കുമ്പോൾ, ഒരാൾ ഇടിക്കുമ്പോൾ ഈ ഭാഗത്താണല്ലോ പറ്റുക, ഇവിടെ വൂണ്ടുണ്ട്. അതിൽ പിന്നെ ഈ മൂക്കിൻ്റെ പാലം പാടെ തകർന്ന് ഒക്കെ റിപ്പയർ ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഞരമ്പുകൾ കണ്ണിലേക്കും തലച്ചോറിലേക്കുള്ള ഞരമ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയണത്. പിന്നെ ഞാൻ തമ്പോല ടീമിലുള്ള ആൾക്കാരാണ്. എനിക്ക് പുറത്ത് ഗ്യാങ് ഉണ്ട്. പ്രിൻസിപ്പളോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പറഞ്ഞൊക്കെ വല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കണക്ക് തീർത്ത് കളയുന്നൊക്കെ പറഞ്ഞാൽ ഭീഷണിയാണ്. അതുകൊണ്ട് കുട്ടികളെ ഇവരിനൊക്കെ പേടിയാണ്. സൂരജ് സജിയുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സൂരജ്, എന്താണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നത്? ഉന്മേഷ്, കഴിഞ്ഞ 19-നാണ് ഈ ഒറ്റപ്പാലത്ത് ഈ വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ ക്രൂര മർദ്ദനത്തിന് ഇരയാകേണ്ടി വരുന്നത്. പുറകിലൂടെ എത്തി ഈ കുട്ടി ഈ സഹപാഠി ശരീരത്തിൽ പിടിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ കുട്ടി കുതിർ മാറിയതോടുകൂടിയാണ് വലിയ ആക്രമണത്തിലേക്ക് പോയതെന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഈ ഒറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള 1-ാം വർഷ വിദ്യാർത്ഥി സാജനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഈ സാജന്റെ മൂക്കിനാണ് സഹപാഠി ഇടിക്കുന്നത്. ആ സമയത്ത് ഈ മൂക്കിനും കണ്ണിനും ഇടയിലുള്ള ഭാഗത്ത് ഇടിയേൽക്കുന്നു. അങ്ങനെ 2.5 സെന്റിമീറ്റർ അകത്തേക്ക് ഈ ഭാഗം ഇടിയുടെ ആഘാതത്തിൽ ഈ മൂക്കിന്റെ പാലം ഉൾവലിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇതോടുകൂടി ഈ തലച്ചോറിലേക്കും കണ്ണിലേക്കും അടക്കമുള്ള ഞരമ്പിന്റെ അടക്കം കാര്യമായി ഇത് ബാധിച്ചിരിക്കുന്നു. പലപ്പോഴും ഈ സഹപാഠികൾക്ക് പലർക്കും ഈ കുട്ടിയെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അക്രമങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഇവർ പ്രിൻസിപ്പലിനോടും അധ്യാപകരോടും എല്ലാം പരാതിപ്പെടുമെന്ന് പറയുന്ന സമയത്ത് തങ്ങൾ തമ്പോല എന്ന് പറയുന്ന ഗ്യാങ്ങിൽപ്പെട്ട ആളുകളാണ്, ഇറങ്ങുകയാണെങ്കിൽ പുറത്ത് പരാതിപ്പെട്ടതിന് ശേഷം നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ആക്രമിക്കും എന്ന തരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആരും തന്നെ ഈ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ മൂക്കിനടക്കം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോഴും ആശങ്കയുണ്ട് എന്നുള്ളത് തന്നെയാണ് കുടുംബം പങ്കുവെക്കുന്നത്. ഉന്മേഷ്, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.